ഹലോ ഫ്രണ്ട്സ്, ബ്രാൻഡിങ് ഇൻ സെൻസു എപ്പിസോഡ് 14 മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ മോഡലായ യൂനാണെങ്കിൽ അവനെ പരിചയപ്പെടുത്തുന്നതും നമ്മുടെ പ്രസന്റേഷൻ ഇതിന്റെ മുന്നിൽ മുങ്ങിപ്പോകുന്ന തോന്നുന്നതെന്ന് പറയുമ്പോൾ നയോൻ ഇവർക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ സോജു ഇവര് ഹൈ ഡിഗ്രിയിലുള്ള വിസ്കി ആയിട്ടാണ് റീബ്രാൻഡ് ചെയ്യുന്നത്. അതിന്റെ മോഡലായി വരുന്നത് യൂൻ ആണെന്നൊക്കെ പറഞ്ഞ് യുൻഹോ ആ പ്രസന്റേഷൻ അവിടെ അവസാനിപ്പിക്കുന്നതും പ്രൊഡക്റ്റിന്റെ പ്രൊമോഷനും പാക്കിങ്ങും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കഴിഞ്ഞുവെന്ന് യൂമി പറയുമ്പോൾ നിങ്ങൾ നയോനയുടെ ടീമിന് ഒരു അവസരം പോലും കൊടുത്തില്ലല്ലോ, അടിപൊളിയായിട്ടുണ്ട് പ്രസന്റേഷൻ, എന്തായാലും ഈ പ്രസന്റേഷൻ തന്നെ സെലക്ട് ചെയ്യാമെന്ന് ഡയറക്ടർ പറയുന്നതും യൂമിക്ക് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. ഡയറക്ടർ ആണെങ്കിലോ കൂളായി അവിടെ നിന്നും പോകുമ്പോൾ ഞങ്ങളുടെ പ്രസന്റേഷൻ ചെക്ക് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ച നയോൻ അങ്ങോട്ട് എത്തുന്നുണ്ട്. നിങ്ങളുടെ പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ ഇതുപോലെ വല്ല സ്റ്റാറും ഉണ്ടോ എന്ന് ഡയറക്ടർ ചോദിക്കുമ്പോൾ സ്റ്റാർ മാർക്കറ്റിംഗ് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ഇൻഫ്ലുവൻസറായ ജെന്നിയെ വെച്ചെന്ന് പറയുമ്പോഴേക്കും ആ ഹൈസ്കൂൾ ഡിഗ്രി ഉള്ള കുട്ടീനെ വെച്ചിട്ടാണോ ഓരോന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഡയറക്ടർ ഇവരെ കളിയാക്കുകയാണ്. അപ്പോൾ ജെന്നിക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇതും പറഞ്ഞ് ഇവരവിടെ നിന്നും പോകുന്നതും യുൻഹോയാണെങ്കിൽ അവന്റെ വാച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ അവിടേക്ക് ഒരുപാട് മീഡിയക്കാര് നമ്മുടെ യൂണിന്റെ അടുത്തേക്ക് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതും ന്യൂസിലുള്ളത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആർക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല. ലീയും ലെക്സും ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും അപ്പൊ ഫോണിൽ കാര്യം എന്താന്ന് ചെക്ക് ചെയ്യുന്നതും മീഡിയക്കാരാണെങ്കിൽ നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഫോട്ടോസ് ഒക്കെ ഓൺലൈനിൽ വന്നിട്ടുണ്ട്, അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് ഇവൻ ഡ്രഗ്സ് ചെയ്യുന്ന ഫോട്ടോസ് ഒക്കെ ഓൺലൈനിൽ വന്നിരിക്കുന്നതും പോലീസ് ആണെങ്കിൽ ഇവന്റെ വീട് സെർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് ഒക്കെ വായിക്കുന്ന നയോനെ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. ആ ടൈമിൽ യൂൻ ആണെങ്കിലോ ദേഷ്യത്തിൽ വന്ന് യുൻഹോയോട് ഇതിന്റെ എല്ലാം പിന്നിൽ നീ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, യുൻഹോ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക. യുൻഹോയാണെങ്കിലോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ തോൽക്കാനുള്ള ഗെയിം കളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതും യുൻഹോയാണെങ്കിൽ ഇവനോട് ആകെ ദേഷ്യപ്പെടുന്ന സമയത്ത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ രക്ഷിക്കാൻ പണ്ടത്തെ പോലെ നയോനിക്ക് വരെ പറ്റിയെന്ന് വരില്ല എന്ന് പറയുന്നതും ആ ടൈമിൽ മീഡിയക്കാരാണെങ്കിൽ ഇപ്പൊ കോൺട്രാക്ട് ചെയ്തിട്ടുള്ള ഈ സെൻസുവിലെ വിസ്കിയെ പറ്റി ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രശ്നമാവുമല്ലോ എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ടൈമിൽ നമ്മുടെ ഡയറക്ടർ ഹാൻജെ അവിടെ കയറി ഇടപെടുന്നതും ആളെ ഇവരെല്ലാരും കൂടി വളയുന്ന സമയത്ത് ആൾക്ക് നിലത്ത് വീണ് കാലിന് പരിക്ക് പറ്റുന്നുണ്ട്. അതായത് മുന്നത്തെ ഏതൊക്കെയോ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ മോഡലിൽ തന്നെ ഇതുപോലൊരു പ്രശ്നം വന്ന സമയത്ത് അന്നത്തെ നയോന അത് കൂളായിട്ട് മൂടി വെക്കുകയും അതുപോലെ തന്നെ ആ ഇമേജ് അങ്ങ് മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് നടന്നതുപോലെ തന്നെ അതേ കേസ് ഇപ്പൊ നടക്കുമ്പോൾ മാനേജർ ആയിരിക്കുന്നത് ആരാ? യൂമിയാണ്. അതായത് നയോന ശരിക്കും പണി കൊടുത്തതാണ്. എന്താ കാര്യമൊന്നും മനസ്സിലാവാതെ നയോനയാണെങ്കിൽ യുൻഹോയെ നോക്കുമ്പോൾ ഇവൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് യൂമിയാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് 14 സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് യൂമി ഹെഡ് ഓഫീസിൽ ഇരിക്കുന്നതും അങ്ങോട്ട് വരുന്ന ഡയറക്ടർ ആണെങ്കിൽ ആള് വീൽ ചെയറിലായിരിക്കും വരെ, കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. ലേഡി സിഇ ആണെങ്കിൽ ന്യൂസിലൊക്കെ നമ്മുടെ കമ്പനിയുടെ പേര് വലിച്ചിട്ട് ആകെ കുളമായിട്ടിരിക്കുകയാണ്. എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് യൂമിയോട് ചോദിക്കുമ്പോൾ യൂമിയാണെങ്കിൽ എല്ലാ കാര്യവും യുൻഹോയുടെ മേത്തിടുകയാണ്. താനല്ലേ മാനേജർ, യുൻഹോ പുതുതായി വന്ന ഒരു സ്റ്റാഫ് അല്ലേ, ആളുടെ മേത്തേക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇടുകയാണോ എന്ന് സിഇഒ ചോദിക്കുമ്പോൾ ഞാൻ ആളുടെ മേത്തേക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റി ഇടുന്നതല്ല, ഞാൻ അവനെ വിശ്വസിച്ചു പോയി എന്ന് യൂമി പറയുന്നതും നിങ്ങൾക്കും നയോനിക്കും ഇടയിൽ അങ്ങനെ തന്നെയല്ലേ നടന്നത് എന്ന് ഇവള് സിഇഒയോട് തിരിച്ചും ചോദിക്കുന്നുണ്ട്. മോഡലായ യൂനിന്റെ കോൺട്രാക്ട് എല്ലാം വാങ്ങിയത് യുൻഹോയാണെന്ന് ഇവള് പറയുന്ന സമയത്ത് ഡയറക്ടർ ആണെങ്കിൽ ആഹാ അങ്ങനെയാണെങ്കിൽ അവന് ശരിക്കും ഒരു അവാർഡ് തന്നെ കൊടുക്കണമെന്ന് പറയുമ്പോൾ യൂമി ആകെ അത്ഭുതപ്പെടുകയാണ്. അവനാണ് ആ കോൺട്രാക്ട് റെഡിയാക്കിയതെങ്കിൽ ആ കോൺട്രാക്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടായത്, കാരണം കോമ്പൻസേഷൻ വഴി നമുക്ക് ഒരുപാട് പൈസ അവന്റെ കയ്യിൽ നിന്ന് കിട്ടും, താൻ കാരണം എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഡയറക്ടർ ആളുടെ കാലെടുത്ത് കാണിച്ചു കൊടുത്ത് കളിയാക്കുന്നുണ്ട്. അതായത് യുൻഹോ ആ കോൺട്രാക്റ്റില് ഇതെങ്ങാനും ബ്രേക്ക് ആവുകയാണെങ്കിൽ തിരിച്ച് കോമ്പൻസേഷനെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും, ഒന്നില്ലെങ്കിലും ഇതൊക്കെ അവന്റെ പ്ലാൻ ആണല്ലോ. എന്നാൽ യൂമി ആണെങ്കിൽ ആ കോൺട്രാക്ട് വായിച്ചിട്ട് പോലും ഇല്ല. ഒരു കോൺട്രാക്ട് വായിക്കാതെയാണോ സൈൻ ചെയ്ത് കൊടുത്തത് എന്ന് ഡയറക്ടർ ചോദിക്കുമ്പോൾ ഇവളാകെ പതറുന്നതും ആ ടൈമില് അവിടുത്തെ ആ കുശുമ്പൻ ഡയറക്ടർ ആണെങ്കിൽ ഈ പൊസിഷൻ തനിക്ക് ചേരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്ന ടൈമിൽ ഇവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഡയറക്ടർ ആണെങ്കിൽ എന്തായാലും ഇതിനെതിരെ തനിക്ക് ആക്ഷൻ എടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ യൂമി ആകെ സങ്കടപ്പെടുന്നതും ഡയറക്ടർ ആണെങ്കിൽ ഇവിടെ നന്നായി ചീത്ത പറയുന്നുണ്ട്. ഇനി നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാര്യം എന്താ ചെയ്യുക എന്ന് ഇയാൾ ചോദിക്കുമ്പോൾ മറ്റേ ഡയറക്ടർ ആണെങ്കിൽ അല്ല സാറല്ലേ പറഞ്ഞത് വേറൊരു ടീം കൂടിയും പ്രപ്പോസൽ റെഡിയാക്കിയിട്ടുണ്ടെന്ന്, നമുക്ക് അവരുടെ നോക്കിയാലോ എന്ന് പറയുമ്പോൾ ഡയറക്ടർ ആണെങ്കിൽ അത് ശരിയാണല്ലോ, ആ നേരത്തെ എനിക്ക് അവർക്ക് കൂടി അത് കൊടുക്കാൻ തോന്നിയത് നന്നായി എന്ന് പറയുന്നതും പിന്നീട് അവിടേക്ക് നയോനയും യുൻഹോയും വരുന്നതാണ് കാണുന്നത്. അതായത് ഇവരുടെ പ്രൊജക്ട് അവതരിപ്പിക്കാൻ വേണ്ടി. നയോനയാണെങ്കിലോ യുൻഹോയെ മൈൻഡ് ചെയ്യുന്നില്ല. നയോനയാണെങ്കിലോ മിസ്റ്റർ യുൻഹോ ഇവിടെ താൻ എന്തിനെ ഫോളോ ചെയ്യുന്നത്, നമ്മൾ രണ്ടുപേരും ഒരു ടീമിലല്ലോ എന്ന് ചോദിക്കുന്നതും പ്രസന്റേഷൻ ചെയ്യുന്ന ടൈമിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് യുൻഹോ പറയുന്നത് കേട്ട് എങ്ങനെയൊന്നും സംസാരിക്കേണ്ട, ഇതൊന്നും ഇനി വർക്കാവില്ല എന്ന് നയോന പറയുന്നതും യുൻഹോയാണെങ്കിൽ പ്രസന്റേഷൻ നന്നായി അവതരിപ്പിക്കുക, ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്നത് കേട്ട് നയോനയ്ക്ക് സന്തോഷം വരുന്നുണ്ട്. എന്നാലും 10 ദിവസം എനിക്കത് നിന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്നതും ആ ടൈമിൽ തന്നെയാണ് യൂമി അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ, ഇതിന് വേണ്ടിയിട്ടായിരുന്നു നീ എന്നെ
എന്തിനായിട്ട് ഒട്ടിയത് എന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കുന്ന യൂമിയോട് ഒരു ഫൈറ്റിന് ഇറങ്ങുന്ന സമയത്ത് ഓപ്പോണന്റ് ആയി നിൽക്കുന്ന ടീമിന് എന്താണോ ആവശ്യം അത് തന്നെയല്ലേ നമുക്കും വേണ്ടത് എന്ന് യുൻഹോ പറയുന്നത് കേട്ട് അതിന് നിനക്ക് ശരിക്കും എന്താ ആവശ്യമെന്ന് ഇവള് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ യുൻഹോയാണെങ്കിലോ നിനക്ക് എന്താ വേണ്ടത് അത് തന്നെ, അതായത് നയോനയുടെ എല്ലാം എന്ന് പറയുന്നതും. ഇതേ ടൈമിൽ നയോനയാണെങ്കിൽ പ്രസന്റേഷൻ ആരംഭിച്ചു തുടങ്ങുന്നുണ്ട്. നിങ്ങളൊക്കെ എത്ര കുടിക്കാറുണ്ടെന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവരെല്ലാവരും സൈലന്റ് ആവുമ്പോൾ സിഇഒ ആയ ലേഡി ആണെങ്കിൽ ജസ്റ്റ് 2 ഗ്ലാസ് എന്ന് പറയുന്നുണ്ട്. നയോനയാണെങ്കിലോ റീസെന്റ് സ്റ്റഡീസ് അനുസരിച്ച് കൊറിയയിലെ ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഇടയിൽ ആൽക്കഹോളിന്റെ ഉപയോഗം കുറഞ്ഞു വരികയാണെന്നും കുറച്ചുകൂടി കഴിയുകയാണെങ്കിൽ ഇതെന്തായാലും കുറയാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഇത് കേൾക്കുന്ന ഡയറക്ടർ ആണെങ്കിൽ ഇത് തന്നെയല്ലേ അന്ന് യുൻഹോ അവിടെ വെച്ചും പറഞ്ഞത്, അതുകൊണ്ട് ഈ ആൽക്കഹോൾ നിർത്താനാ അവൻ അന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവൻ അന്ന് നിർത്താനാ പറഞ്ഞത്, പക്ഷെ നമ്മൾ ഇത് നിർത്തുകയല്ല, പകരം കുടിക്കണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കൂടി നമ്മൾ കുടിപ്പിക്കും. ശരിക്കും ഈ ആളുകൾ കുടിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒക്കേഷൻ അനുസരിച്ചായിരിക്കും. അതായത് ജോലി കഴിഞ്ഞ് വന്ന് ഒന്ന് കൂളായിരിക്കുമ്പോൾ, ഫ്രണ്ട്സിന്റെ കൂടെ ഗ്യാദർ ചെയ്യുന്ന ടൈമില്, അതുപോലെ ലവേഴ്സിന്റെ ഇടയിൽ സെന്റിമെന്റൽ ആകുന്ന ടൈമില്, ആദ്യമായിട്ട് കുടിക്കുന്ന ഒരു ടൈമില്, അങ്ങനെയൊക്കെ ഒക്കേഷൻ അനുസരിച്ചാണ് ആളുകൾ കുടിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾ അവിടെ ഒരു ചെറിയ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിലൊക്കെ തന്നെ അഭിനയിക്കുന്നത് ലീയും ലെക്സും മറ്റുമായിരിക്കും. വീഡിയോ കാണുന്ന ആ കുശുമ്പൻ ഡയറക്ടർ ആണെങ്കിൽ അല്ല ആ പിള്ളേരൊക്കെ യൂണിഫോം ഇട്ടിരിക്കുന്നത് ഇത് പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പം, അല്ലെങ്കിൽ തന്നെ നമ്മുടെ സെഗ്യോ ഗ്രൂപ്പ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ലല്ലോ. അത് മാത്രമല്ല നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഡ്രിങ്ക്സ് അത് ഏതൊരാൾക്കും ഏത് വയസ്സിലും കുടിക്കാൻ പറ്റുന്ന നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് ആണെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. ഡ്രിങ്ക്സ് അടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി ഇതിന്റെ താല്പര്യം കുറഞ്ഞു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഒക്കേഷൻ അനുസരിച്ച് അവർക്ക് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സേഫ്റ്റി ആയ രീതിയിൽ നമ്മൾ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് ഇറക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവരിതിന്റെ പരസ്യം തന്നെ കൊടുക്കുന്നത് മൂഡ് ഫീൽ ദ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെടുന്നതും. ഡയറക്ടർ ആണെങ്കിൽ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അനുമതി കൊടുക്കുകയാണ്. പ്രൊമോഷൻ ആരെ വെച്ചിട്ടാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഞങ്ങളുടെ അടുത്ത് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടെന്ന് ഇവള് പറയുന്നതും അത് മറ്റാരും ആയിരിക്കില്ല, ജെന്നി തന്നെയായിരിക്കും. ജെന്നിയുടെ ആ അടച്ചുപൂട്ടിയ സ്കൂളിലായിരിക്കും ഇവർ ഈ പാർട്ടിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒരുപാട് ആളുകൾ ആ പാർട്ടിയിലേക്ക് വരുന്നതും. അങ്ങോട്ട് വരുന്ന മിസ്റ്റർ ചായി ആണെങ്കിൽ തനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് നയോനയോട് ചോദിക്കുമ്പോൾ ഓ താൻ അന്ന് പറഞ്ഞിരുന്നത് എന്റെ അലർജിയുടെ കാര്യമായിരുന്നു അല്ലേ എന്ന് ഇവള് തിരിച്ച് ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ അത് നേരത്തെ പറയേണ്ടതെന്ന് ഇവള് ചോദിക്കുമ്പോൾ ഇവൻ ഭയങ്കര സീരിയസ് ആയിട്ട് സോറി പറയുന്ന ടൈമിൽ ഇങ്ങനെ ആണുങ്ങളായ പേടിക്കാൻ പാടുണ്ടോ, നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കേണ്ടേ എന്നൊക്കെ പറയുന്നതും ഇത് കേട്ട് ഇവന് ശരിക്കും ചിരി വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവിടേക്ക് വരുന്ന കുറച്ച് സ്റ്റാഫ് ആണെങ്കിൽ മിസ്റ്റർ ചായിനെയും ഈ പാർട്ടിയിലേക്ക് വലിച്ചിടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിച്ച് അടിച്ചു പൊളിക്കുന്നതും ജെന്നിയുടെ നേരത്തെ കാണിച്ച ആ ഫ്രണ്ടില്ലേ ആളായിരിക്കും DJ പാർട്ടിയും മറ്റും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവളാണെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അത്യാവശ്യം ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ട് യുൻഹോ വരുന്നത് കണ്ട് നയോനയാണെങ്കിൽ 2 ബോട്ടിൽ സോജു എടുത്ത് ഇവന്റെ അടുത്തേക്ക് പോകുന്നതും മിസ്റ്റർ ചായി ആണെങ്കിൽ നയോനയെ തപ്പുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. നയോനയാണെങ്കിലോ നമുക്ക് ഡ്രിങ്ക്സ് അടിച്ചാലോ മേഡം എന്ന് യുൻഹോയോട് ചോദിക്കുന്നതും അതിനുശേഷം അവനെയും വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഈ ടൈമിൽ ലീ ആണെങ്കിലോ ഇവിടെ വെച്ച സോജു ബോട്ടിൽ കാണാനില്ലല്ലോ, അത് ആൽക്കഹോളിക് ആയിട്ടുള്ള ശരിക്കുള്ള സോജു ആണെന്ന് ലെക്സിനോട് പറയുന്നതും അതായത് ഇവർ എടുത്തു കൊണ്ടുപോയിട്ടുള്ളത് ശരിക്കുള്ള സോജു ആയിരിക്കും. പാർട്ടിയിൽ പങ്കെടുക്കാതെ പെട്ടെന്ന് പോവാൻ നോക്കുകയായിരുന്നുവല്ലേ എന്ന് നയോന ചോദിക്കുമ്പോൾ ഇന്ന് നിന്റെ ദിവസമല്ലേ, നീ നന്നായി ആഘോഷിക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് യുൻഹോ പറയുന്നതും യുൻഹോയാണെങ്കിൽ അതായത് യുൻഹോയുടെ ശരീരത്തിലുള്ള നയോന ഇവനോട് ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ടായിരിക്കില്ലേ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ പങ്കെടുക്കുന്നതും അതിൽ വിജയിക്കുന്നതും എന്ന്. അപ്പൊ നയോനയാണെങ്കിലോ അതെ എന്ന് പറഞ്ഞ് ഹാപ്പി ആകുമ്പോൾ ഇത് കണ്ട് യുൻഹോയ്ക്ക് ചിരി വരുന്നുണ്ട്. പിന്നീട് യുൻഹോ ഡ്രിങ്ക്സ് എടുത്ത് ഒഴിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഡ്രിങ്ക്സ് എടുത്തിട്ട് സോയായിട്ട് ഒഴിക്കാൻ പാടില്ല, മറ്റുള്ളവരല്ലേ ഒഴിച്ചു തരാറെന്ന് പറഞ്ഞ് ഇവൾ അതെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നതും പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാറെന്ന് യുൻഹോ പറയുമ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ നോക്കാം, നമ്മുടെ രണ്ടുപേരുടെയും ശരീരം പരസ്പരം മാറിക്കഴിഞ്ഞാലും മാഡത്തിന് വേണമെങ്കിൽ എന്റെ ഈ ഹാൻഡ്സം ഫേസിന്റെ കൂടെ തന്നെ ഡ്രിങ്ക്സ് കുടിക്കാം, ഞാൻ കമ്പനി തരാം എന്നൊക്കെ പറയുന്നതും യുൻഹോയാണെങ്കിൽ അതായത് യുൻഹോയുടെ ശരീരത്തിലുള്ള നയോന ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. ആ ടൈമിൽ നയോനയാണെങ്കിൽ എന്നാ ശരി നമുക്ക് കുടിക്കാം എന്നൊക്കെ പറയുന്നതും ഇവന് ശരിക്കും ചിരി വരുന്നുണ്ട്. ആ ടൈമിൽ തന്നെയാണ് ഇവനൊരു മെസ്സേജ് വരുന്നതും അതൊരു സൂഷി റെസ്റ്റോറന്റിലേക്ക് വരാൻ പറഞ്ഞിട്ടുള്ള ഒരു അൺനോൺ നമ്പറിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കും. ഇവനാണെങ്കിൽ പോകാൻ നോക്കുന്നതും നയോന ഇവനെ തടയുകയാണ്. ഇത് യൂമി ഒന്നുമല്ല എന്ന് പറയുന്ന യുൻഹോയോട്. എന്നാലും എനിക്ക് പേടിയുണ്ടെന്നാണ് നയോന പറയുന്നത്. ഇത് കേൾക്കുന്ന യുൻഹോയാണെങ്കിലോ യുൻഹോ നിന്റെ ബോഡിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ എന്റെ ശരീരം ആലോചിച്ചല്ല, പകരം മേഡത്തിന്റെ കാര്യം ആലോചിച്ചാണ് എനിക്ക് പേടിയെന്ന് ഇവള് പറയുന്നത് കേട്ട് എന്തിന് എന്ന് യുൻഹോ അതായത് യുൻഹോയുടെ ശരീരത്തിലുള്ള നയോന ചോദിക്കുകയാണ്. ഇതിന് മറുപടി ഒന്നും പറയാൻ കഴിയാതെ നയോനയാണെങ്കിൽ ആകെ പതറുന്ന ടൈമില് യുൻഹോ പറയുന്നുണ്ട് യൂമിയുടെ പിന്നിൽ ആരാണോ അയാളായിരിക്കും മിക്കവാറും ഈ മെസ്സേജ് അയച്ചത്. മോഡലായ യൂന് സംഭവിച്ചതിന്റെ പിന്നിൽ ഇപ്പൊ ഞാനാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നിട്ടും അവർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ അതിനർത്ഥം അവർക്ക് യുൻഹോയെ ആവശ്യമുണ്ടെന്നാണ്. അപ്പൊ നയോനയാണെങ്കിൽ
ആണെങ്കിൽ എന്നാൽ അത് ആരായിരിക്കും, ഡയറക്ടർ ഹാൻജെ എങ്ങാനോ ആയിരിക്കും എന്ന് ചോദിക്കുന്നതും ഇവനാണെങ്കിൽ അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ഇവള് വീണ്ടും തടയുന്നുണ്ട്. സേഫ്റ്റി ആയിട്ട് തിരിച്ചു വരണം, പ്രോമിസ് ചെയ്യുമെന്ന് പറയുന്നത് കേൾക്കുന്ന യുൻഹോയാണെങ്കിൽ നിനക്ക് എന്താ സംഭവിച്ചത്, നീ എന്താ കുടിച്ചിട്ടുണ്ടോ എന്നാണ് ഇവൻ ചോദിക്കുന്നത്. അപ്പോൾ നയോനയാണെങ്കിലോ അല്ല സംഭവം ഇത് നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണെങ്കിലും കുറച്ച് ആൽക്കഹോൾ ഉണ്ടാവാതിരിക്കുമോ, അതാന്ന് തോന്നുന്നു, ഞാൻ ഫിറ്റ് ആയി എന്ന് തോന്നുന്നുണ്ടെന്ന് പറയുന്നതും ഇവര് രണ്ടുപേരും ഒന്ന് സ്റ്റക്കായി നിൽക്കുന്ന ടൈമില് നയോനയുടെ ശരീരത്തിലുള്ള യുൻഹോയാണെങ്കിൽ നയോനയെ കിസ് ചെയ്യുന്നതും അത് പെട്ടെന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് തന്നെ താൻ എന്താ ചെയ്തെന്നുള്ള രീതിയിൽ ഇവൻ മുഖത്തിങ്ങനെ അടിക്കുന്ന ടൈമില് യുൻഹോ, അതായത് യുൻഹോയുടെ ശരീരത്തിലുള്ള നയോന ഞാനും ഫിറ്റായി എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് ഇവളെ കിസ് ചെയ്യുന്നതാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഇവർ നൈസായിട്ട് കിസ് ചെയ്യുന്നതും ഒരു നല്ല മ്യൂസിക് തന്നെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന മിസ്റ്റർ ചായി ആണെങ്കിൽ ഇവർ രണ്ടുപേരും കിസ് ചെയ്യുന്നത് കണ്ട് ആള് ശരിക്കും സങ്കടപ്പെടുന്നതും ആളുടെ ഹൃദയം തന്നെ തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു നൈസ് മ്യൂസിക്കിലൂടെ മിക്സഡ് അപ്പ് ആയിട്ടുള്ള ഇമോഷൻസ് കാണിച്ചിട്ടാണ് എപ്പിസോഡ് 14 ഇവിടെ അവസാനിക്കുന്നത്.